നമ്മുടെ മീഡിയയിലുണ്ടായ കഴിഞ്ഞ ആഴ്ചത്തെ ചില ഹെഡ്ലൈൻസുകളാണ് ഇന്ന് നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നിങ്ങൾ വിചാരിക്കും ഇത് എഡ്യൂക്കേറ്റഡ് ചാനൽ, അത് എഡ്യൂക്കേഷനും കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ ഡിസ്കസ് ചെയ്യാറ്, എന്തുകൊണ്ട് ഒരു മാറ്റിപ്പിടുത്തം എന്നുള്ളത്. ആക്ച്വലി ദ ഫാക്ട് ഇസ് ബിറ്റ് ഡിഫറെൻറ്റ്. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ കൂടി സീരിയസ് ആയ ഒരു മാറ്റർ കൂടി നിങ്ങളുടെ മുമ്പിൽ വെക്കാനുണ്ട്. ദാറ്റ് മേ ബി റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ. സോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ആഴ്ചയിൽ വാട്ട് മേഡ് അസ് ബിസി, ടെലിവിഷനുകളിൽ കൂടിയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടിയും ഒക്കെ വാർത്താ മാധ്യമ ചാനലുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹാൻഡിൽസുകൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾ വെച്ച് നമ്മെ നല്ലോണം ബിസിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്, ഒന്ന് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസാണ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു നടിയുടെ കാര്യങ്ങൾ, വസ്ത്രധാരണ രീതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത ചർച്ചകളും അതിൽ വന്ന പല രീതിയിലുള്ള ഡിബേറ്റുകളും, ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്ത് ചില ആൾക്കാർ, അതിനെ പ്രതികൂലിച്ച് ചില ആൾക്കാർ, നടിയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ. സോ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും അതിനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്ത് അവരെ എന്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഇത് രീതിയിലുള്ള സപ്പോർട്ട് സമൂഹത്തിൽ നിന്ന് ലഭിക്കണമെന്ന കാര്യങ്ങൾ വെച്ചും ഒക്കെ ഡിസ്കഷൻ നടന്നു. ഒരു ഭാഗത്ത് വേറൊരു മെയിൻ ഡിസ്കഷൻ വന്നത് ഗ്രീഷ്മയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു യങ്സ്റ്ററാണ്, ഇൻ ഹർ 20s. അവരുടെ പാർട്ട്ണറിനെ മർഡർ ചെയ്തതുമായി ബന്ധപ്പെട്ട് നടന്ന ട്രയൽസും വന്ന വേർഡിക്സും, അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തും അതിനെ അനുകൂലിച്ചും അതിനെതിരെയും ഒക്കെ വന്ന ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്. ഇതിൻ്റെ ഏത് ഭാഗത്താണ് ന്യായം എന്നുള്ളതല്ല ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, മറിച്ച് മീഡിയ ഏതാണ് കാര്യങ്ങൾ പിക്ക് ചെയ്തതും സമൂഹത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്തത് എന്നുള്ളത്. അതേപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്നുള്ളത്, ഒരു വിദ്യാർത്ഥി പാലക്കാടാണെന്ന് തോന്നുന്നു, അവൻ്റെ പ്രിൻസിപ്പാലിനെ, ഹെഡ് മാസ്റ്ററെ ത്രട്ടൻ ചെയ്യുന്ന, ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ ലീക്ക് ചെയ്തു. ആ വീഡിയോ റെക്കോർഡ് ചെയ്തത് അധ്യാപകനാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ റെക്കോർഡഡ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രചരിക്കുകയും അങ്ങനെ വേറൊരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും വിദ്യാർത്ഥിയെ അനുകൂലിച്ചും അധ്യാപകനെ അനുകൂലിച്ചും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു. എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നു. എന്താണ് അധ്യാപകൻ, ആരാണ് അധ്യാപകൻ, ആരായിരിക്കണം അധ്യാപകൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിസ്താരത്തിൽ ഡിസ്കസ് ചെയ്തു. വിദ്യാർത്ഥിയെ സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങൾ എടുത്തു വെച്ച് വലിച്ചു കീറി അവനെയും നല്ലവണ്ണം പുകച്ചു. സോ അങ്ങനെ പല കാര്യങ്ങൾ വെച്ച് നമ്മുടെ മീഡിയ ദ കെപ്റ്റ് us ബിസി. ഓക്കെ, സോ ഇതൊക്കെ വരുമ്പോൾ മെയിനായിട്ടും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സമൂഹം എന്നുള്ളത് ഒരു കാര്യം അങ്ങ് ഏറ്റെടുക്കുകയാണ്. സോ ഏറ്റെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുന്നത് മീഡിയയാണ്. സോ മീഡിയയ്ക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഇൻപുട്ട് ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത് സെൻസേഷനലിസം, ബ്രേക്കിംഗ് ന്യൂസ് കൾച്ചർ ക്യാൻ ഡു ബിസിനസ് ഫോർ ദം? തീർച്ചയായിട്ടും ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹമാണ് ആ രീതിയിലുള്ള ഒരു സിഗ്നൽ അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവർ പിക്ക് ചെയ്യുകയും അതുപോലെയുള്ള ടോപ്പിക്കുകൾ ചികഞ്ഞു നടക്കുകയും ചെയ്യുന്നു എൻ്റെ ഇടയിൽ. സോ അങ്ങനെ പല ബ്രേക്കിംഗ് ന്യൂസുകൾ അടങ്ങുന്നതാണ് നമ്മുടെ ഓരോ ദിവസവും. അതിനുശേഷം ഒരു 2-3 ടോപ്പിക് പിക്ക് ചെയ്ത് പിന്നീട് ഒരു റൗണ്ട് ടേബിൾ ഡിസ്കഷനാണ്. 2-3 റിപ്പോർട്ടേഴ്സോ അല്ലെങ്കിൽ എഡിറ്റേഴ്സോ ഇരുന്ന് ചർച്ച ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊന്ന് ചെറി പിക്ക് ചെയ്ത് രാത്രി പിന്നെ ഡിബേറ്റാണ്. പാർട്ടികൾ, ഭരണ പാർട്ടി, പ്രതിപക്ഷം, വേറൊരു പാർട്ടി, ടോപ്പിക്കിനെ അനുകൂലിച്ച ചില ആൾക്കാർ, പ്രതികൂലിച്ച ചില ആൾക്കാർ, അവരുടെ അഭിപ്രായങ്ങൾ, ഹീറ്റഡ് ഡിബേറ്റ്സ്, അവർ കയർക്കുന്നു, നെയിം കോളിംഗ്, അങ്ങനെ പല കാര്യങ്ങളും. അതിനുശേഷം അതിൽ വരുന്ന കോൺട്രവേഴ്സി വെച്ച് പിന്നീട് 2ാമത്തെ ദിവസം അതിൻ്റെ പാർട്ട് 2. സോ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്ന് വെച്ചാൽ ഇവിടെ കേരളീയരുടെ, മലയാളികളുടെ ലൈഫ് എന്നുള്ളത് വളരെ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത് റിയാക്ട് ചെയ്യുന്നതിലാണ്. ഈവൻ നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെയും മറ്റും വീഡിയോസ് നോക്കുകയാണെങ്കിൽ
ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് റിയാക്ഷൻ വീഡിയോസിനാണ്. ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫറെൻറ്റ്. യു ക്യാൻ മെൻഷൻ കമൻറ്റ് ബോക്സിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതേപോലെ ട്രോളിങ്, കളിയാക്കി ഉണ്ടാക്കുന്ന ട്രോളിങ് കാര്യങ്ങളുമൊക്കെ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പല സിനിമകളുടെ ഫണ്ണി പാട്ടെടുത്ത് കളിയാക്കിയിടും. സോ ആസ് എ കൾച്ചർ, ആസ് എ സൊസൈറ്റി, ദാറ്റ് എക്സ്പ്ലെയിൻസ് ഹൂ വി ആർ. വി റിയാക്ട്, വി ഗോസിപ്പ്, വി ലൈക്ക് ജോക്സ് ഇഷ്ടമാണ്, ഫണ്ണി കാര്യങ്ങൾ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാനടക്കുന്ന കാർട്ടൂണിസ്റ്റുകളെ ഈ സമൂഹം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി ഈ സമൂഹം, ഈ മലയാളികൾ എന്നുള്ള ആ ഒരു കൂട്ടം ഇന്ത്യക്ക് പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് വരുമ്പോൾ, ദേ ചേഞ്ച് എൻറ്റയർലി. അവർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഗൾഫായാലും ബാക്കിയുള്ള രാജ്യങ്ങളായാലും അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കാര്യമായിട്ട് റിയാക്ട് ചെയ്യാറില്ല, പ്രതികരിക്കാറില്ല. ബിക്കോസ് ദേ നോ, അങ്ങനെ ചെയ്താൽ ദ നെക്സ്റ്റ് വിൽ ബി ഡിപ്പോർട്ടേഷൻ ഓർ ലീഗൽ കോൺസിക്വൻസസ്. ആ രാജ്യത്ത് വളരെ ശക്തമായ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ ലഭിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വാലിറ്റിയുടെ ആക്സെപ്റ്റൻസ് എന്നുള്ളത് ബാക്കിയുള്ള രാജ്യങ്ങളിലില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ലോകത്ത് ഇത്രയും നല്ല ഒരു ആക്സെപ്റ്റൻസ്, ആർക്കും എന്തും പറയാനുള്ള ഒരു കാര്യം ലഭിച്ചിട്ടുള്ളത് ഇന്ത്യയിലാണ്. അതിപ്പോൾ കുറഞ്ഞു വരുന്നു. ഏതായിരുന്നാലും വി ഹാവ് ഇറ്റ്. സോ അത് ഒരു മെയിൻ പോയിൻ്റാണ്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. സോ ഈ മീഡിയക്ക്, ഈ ന്യൂസ് ചാനലുകൾക്ക് സെൻസേഷണലിസം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ, ബിക്കോസ് വി ആസ് എൻ ഓഡിയൻസ് വി ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ മീഡിയ മാറണമെങ്കിൽ തീർച്ചയായിട്ടും നാം മാറണം എന്ന് പറയുമ്പോൾ നമ്മുടെ ടേസ്റ്റുകൾ മാറണം, നമ്മുടെ പ്രയോറിറ്റീസ് മാറണം. കാരണം ദ സിറ്റുവേഷൻ ഔട്ട്സൈഡ് ഇസ് വെരി ബാഡ്. പ്രൈസ് ഇൻക്രീസ്, ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയാണ്, യങ്സ്റ്റേഴ്സിന് ജോബില്ല, കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഒബ്സലീറ്റ്. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗം, അത് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആയാലും ബാക്കിയുള്ള കാര്യമായാലും, അത് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ജോലി നേടിക്കൊടുക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് എത്ര നിരാകരിച്ചാലും അതാണ് സത്യം. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നമ്മുടെ പോളിസി മേക്കേഴ്സ്, മീൻസ് നമ്മുടെ മിനിസ്റ്റേഴ്സും MLAസും MPസും ഒക്കെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അവർ പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള സിഗ്നൽ സമൂഹം നൽകണം, സിസ്റ്റം നൽകണം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ആൾക്കാർ നൽകണം. അത് മീഡിയ വഴി ആണ് നമ്മുടെ ജനപ്രതിനിധികളിലേക്ക് എത്തേണ്ടത്. സോ മീഡിയ ഈസ് ആൻ ആംപ്ലിഫയിങ് ഫാക്ടർ. അവർ ഉള്ളതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. മീഡിയയെ നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ദേ ടേക്ക് സിഗ്നൽസ് ഫ്രം അസ്, സമൂഹത്തിൽ നിന്ന്. ആ സിഗ്നൽ വെച്ച് മീഡിയയിൽ കൊടുത്താൽ മീഡിയ അറ്റൻഷൻ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മെയിൻ ആക്ടേഴ്സ്, അതായത് പോളിസി മേക്കേഴ്സ് ആയാലും ജനപ്രതിനിധികളായാലും ലീഡേഴ്സ് ആയാലും കൂടുതൽ പ്രാധാന്യം അവരുടെ കാര്യത്തിൽ കൊടുക്കും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ യങ്സ്റ്ററിൻ്റെ തൂക്കുകയറുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ വരുമ്പോൾ അത് ആ ഒരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയ ജഡ്ജി, അദ്ദേഹം കൂടുതൽ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ടു പലപ്പോഴും. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു പോസിറ്റിവിറ്റി, അങ്ങനെ ഒരു ഞാനിത് ചെയ്താൽ അങ്ങനെ ലഭിക്കും എന്ന ഒരു കാര്യം കൊണ്ടായിരിക്കില്ല അദ്ദേഹം ചെയ്തത്. ഏതായിരുന്നാലും അങ്ങനെ ചെയ്തത് കൊണ്ട് മോർ പീപ്പിൾ ആർ എൻകറേജ്ഡ്. ആ എൻകറേജ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇൻസെൻറ്റീവ് ഇല്ലാതെ ആ മനുഷ്യർ ഒന്നും ചെയ്യില്ല എന്നുള്ളത് സത്യമാണ്. സോ അത് ഒരു ഭാഗത്തുണ്ട്. സോ വി ആസ് എ സൊസൈറ്റി, ഞാനടക്കമുള്ള ആൾക്കാർ ലൈക്ക് സെൻസേഷനലിസം, ഗോസിപ്സ്, കോൺട്രവേഴ്സീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഇഫ് ദാറ്റ് ഈസ് എഫക്റ്റിംഗ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ബാധിക്കുകയാണെങ്കിൽ വി നീഡ് ടു ചേഞ്ച്. ഇനി നമുക്ക് ഡിസ്കഷൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് വരാം. അതായത് ഒരു ഐ തിങ്ക് മാക്സിമം നമ്പർ ഓഫ് സബ്സ്ക്രൈബർ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു മിസ്റ്റർ ബീസ്റ്റ്. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ നിന്നും ബാക്കിയുള്ള വീഡിയോസുകളിൽ നിന്നും മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചത്. സോ അറിയാൻ പറ്റിയത് ഏകദേശം 347 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട്. സോ ഒബ്വിയസ്ലി എന്തുകൊണ്ടായിരിക്കാം അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില വീഡിയോസ് കണ്ടു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില വീഡിയോസ് കണ്ടു. സോ മനസ്സിലാക്കാൻ പറ്റിയത് ഹി ഓൾസോ സ്റ്റാർട്ടഡ് ആസ് എൻ യങ് ഫെലോ. യൂട്യൂബ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഏതാണ് ക്ലിക്കാകുന്നത്, ഏതാണ് വൈറലാകുന്നത് എന്നുള്ള എക്സ്പെരിമെൻറ്റേഷൻ ആയിരുന്നു തുടക്കം. ഹി ലൈക്സ് മേക്കിംഗ് വീഡിയോ. ഹി ഗെറ്റ്സ്
റെസ്റ്റ്ലെസ്. വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വർക്കഹോളിക്കാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നുള്ളത് യൂട്യൂബ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് തന്നെ ഒരു ഏകദേശം എനിക്കൊന്ന് കുറച്ച് വർഷങ്ങൾ 5-7 വർഷം അദ്ദേഹം സ്ട്രഗിൾഡ്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ ക്യാമറാസും മറ്റും ലഭിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്റ്റഡിലി ആൻഡ് ഒബ്വിയസ്ലി ആ ഒരു ഗ്രോത്ത് ഉണ്ടായി. അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു ഫിനാൻഷ്യൽ സ്പോൺസർഷിപ്പ് ലഭിച്ചു ഫോർ $5,000. അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്ത് അത് $10,000 ആക്കി മാറ്റി. എന്നിട്ട് ആദ്യം ചെയ്തത് ഈ $10,000 അദ്ദേഹം എടുത്ത് സ്ട്രീറ്റിലിറങ്ങി കണ്ട അതായത് വളരെ റാൻഡമായിട്ടുള്ളൊരു വ്യക്തിയെ കണ്ട്, ഹോംലെസ് ആയിരുന്നു അദ്ദേഹം, കയ്യിൽ കാശൊന്നുമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് ഈ $10,000 അങ്ങോട്ട് നൽകി. ഇതിനെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോകളിൽ ഇത് പബ്ലിഷ് ചെയ്തു. സോ ഇതിൻ്റെ നൈതികത ഇത് നല്ലതാണോ അല്ലേ എന്നുള്ളത് ഇറ്റ്സ് മാറ്റർ ഓഫ് അനദർ ഡിസ്കഷൻ. അത് വേറൊരു കാര്യത്തിലെ ഡിസ്കഷൻ്റെ ഭാഗമാകാം. ഏതായിരുന്നാലും മെയിൻ ടോപ്പിക് എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നത് ഇത് തന്നെയാണ്. മുമ്പോട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന കാശ് എന്നുള്ളത് ഇതുപോലെ സ്പോൺസർഷിപ്പ് വഴിയും അല്ലാതെയും അദ്ദേഹം സമൂഹത്തിന് നൽകുന്നു എന്നാണ് അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നടന്ന വീഡിയോകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതോടൊപ്പം പല രീതിയിലുള്ള ചാലഞ്ചസ്, ഏകദേശം 20 മില്യൺ ട്രീസോ മറ്റോ, ഓരോ ട്രീക്കും $1 വെച്ച് സ്പോൺസർഷിപ്പ്. നിങ്ങൾ $1 കൊടുത്താൽ അദ്ദേഹം ഒരു പ്ലാന്റ് നടും എന്നുള്ളത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും. അങ്ങനെ പല പല ഇനീഷ്യേറ്റീവ്സും അദ്ദേഹം എടുത്തു. സോ കോർ എന്നുള്ളത് സമൂഹത്തിന് അദ്ദേഹം നൽകുന്നു എന്നുള്ളതാണ്. അവസാനത്തെ വീഡിയോ ഞാൻ കണ്ടത് ഒരു കൃത്രിമ കാല് നൽകുന്ന രീതിയാണ്. കാലില്ലാത്തവർക്ക്, ആംപ്യൂട്ടഡ് ആയ ആൾക്കാർക്ക് ഏകദേശം 2000 പേർക്കാണ് ഇങ്ങനെ നൽകുന്നതെന്ന് തോന്നുന്നു. കാശും അദ്ദേഹം കൊടുക്കും. ഈവൻ കോവിഡ് ടൈമിലും ഒരു കംപ്ലീറ്റ് സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങൾ മേടിച്ച് ഫ്രീ ആയി വിതരണം ചെയ്തു ടു ദ സൊസൈറ്റി. അദ്ദേഹം ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു, ഫ്രീ ഭക്ഷണം, അതോടൊപ്പം ഗാഡ്ജറ്റ്സ് അത് നൽകി. ട്രോളീസിലും മറ്റും കാശ് എടുത്ത് സമൂഹത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ കണ്ടത്. സോ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരുടെ മുമ്പിൽ, അതായത് ഒന്നുമില്ലാത്ത കഷ്ടപ്പെടുന്ന ഒരാൾ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന ചിരിയാണ്, സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതാണ്. സോ ഹി വാണ്ട് ടു ബ്രിങ് സം ചേഞ്ച് ഇൻ ദ സിസ്റ്റം, അല്ലെങ്കിൽ സമൂഹത്തിൽ. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ്. ഇത് പറയാൻ കാരണം there are 2 approaches. One approach we can react. The other approach is we can act. ഇതിൽ ഏത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് നാമാണ്. അതിനനുസരിച്ചായിരിക്കും ദ സിസ്റ്റം വി ആർ ഗോയിങ് ടു ഡെവലപ്പ്. ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങൾ. സോ സിസ്റ്റം ബെറ്റർ ആക്കണമെങ്കിൽ ഔട്ട്സൈഡർ അല്ല, മറിച്ച് ഇൻസൈഡേഴ്സ് ഹാസ് ടു ഡു സംതിങ് ആൻഡ് വി ആർ ദ ഇൻസൈഡേഴ്സ്. അത് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ലതാണ് എന്നുള്ളത്. അതോടൊപ്പം ഒരു വാലറ്റം പോലെ ചേർക്കാനുള്ളത്, ട്രംപ് പുതിയ US പ്രസിഡൻ്റാണ്. അദ്ദേഹം വന്ന് പല രീതിയിലുള്ള ഡിസ്റപ്ഷൻസ് ഈസ് ഗോയിങ് ടു ബ്രിങ്. ഈ ഡിസ്റപ്ഷൻസ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളടങ്ങുന്ന, ഇന്ത്യക്കാരടങ്ങുന്ന പുറം ലോകത്തിന് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടത്, ഗർഭിണികൾ ആശുപത്രികളുടെ പുറത്ത് ക്യൂ ആണ്. കാരണം February 20th ശേഷമാണെന്ന് തോന്നുന്നു US പ്രസവിച്ച കുട്ടികൾക്ക് അവിടെ നിന്ന് പ്രസവിച്ചാൽ അവിടെ സിറ്റിസൺഷിപ്പ് ലഭിക്കും എന്ന ആ ഒരു പ്രിവിലേജ് കളയുമെന്നുള്ളത്. സോ അതിനു മുമ്പായിട്ട് പ്രസവിച്ചാൽ US സിറ്റിസൺഷിപ്പ് ലഭിക്കും എന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളെല്ലാം സിസേറിയന് അങ്ങനെ പല രീതിയിൽ നേരത്തെ പ്രസവമാക്കാൻ പറ്റുമോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ്. സോ അതിൽ മലയാളികളുണ്ടാകാം. മനസ്സിലാക്കേണ്ടത്, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയി അവിടെ കഷ്ടപ്പെട്ട് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ നേരിട്ടാണ് നമ്മുടെ കുടുംബാംഗങ്ങളും ഫ്രണ്ട്സുമൊക്കെ ജീവിക്കുന്നത്. സോ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടൊരു നല്ല സിസ്റ്റമില്ല? എന്തുകൊണ്ട് നല്ലൊരു സമൂഹം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല? ഞാനും നിങ്ങളും തീർച്ചയായിട്ടും ആഗ്രഹിക്കേണ്ടതാണ്. എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതിൻ്റെ ഗുണഭോക്താവിന് പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നില്ലെങ്കിൽ ഇറ്റ്സ് യൂസ്ലെസ്.
കരിയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള ഡിസ്കഷൻസ് അലോങ് വിത്ത് ഡിസ്കഷൻ ഓൺ കോഴ്സസ് ആൻഡ് ജോബ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.